കണ്ടോ കണ്ടോ താക്കോല്, കുഞ്ഞെന്തവളുടെ താക്കോല്, നാട്ടിൽ തെണ്ടി നടക്കുമ്പോൾ കാണാതായൊരു താക്കോല്. ഫസ്റ്റ് കണ്ടോ കണ്ടോ താക്കോലും കോറസായിരുന്നു പാടാൻ പോയത്. പിന്നെയാണ് സുശീഷാം ചേട്ടൻ പറഞ്ഞത് നിള ഒന്ന് പാടി നോക്കുന്നു എല്ലാം എടുത്തിട്ട്. എന്നിട്ട് വോയിസ് വന്നപ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇപ്പൊ ഞാൻ പാടിക്കെടുക്കുമ്പോ കരയും. നമുക്ക് സങ്കടമാണ്. മാനസം ഞാനിന്നു കണ്ടു, മാതളപ്പൂ പോലൊരു മാനസം ഞാനിന്നു കണ്ടു, ആരും കാണാതെ പൂ ചൂടി ഞാനൊന്നു പാടി ശാരികേ ശാരികേ. ഹലോ എവ്രിവൺ, ഇന്ന് നമ്മളോട് കൂടെയുള്ള ഒരു കുഞ്ഞ് അതിഥിയാണ്. ബാലൻ ദ ബോയ് മൂവിയിലൂടെ താക്കോൽ എന്ന ഗാനം പാടി വീണ്ടും മലയാളി മനസ്സ് കീഴടക്കി നില രാജ്. ഹായ് നില. ഹായ്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. സോ ഭയങ്കര ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു മോളാണ് കേട്ടോ. അച്ഛനും അമ്മയും ഓൾറെഡി സിംഗേഴ്സ് ആണ്. അച്ഛൻ്റെ പേരെങ്ങനെയാ? അച്ഛൻ്റെ പേര് നിഖിൽ രാജ്, അമ്മയുടെ പേര് ബിനൂബ. വേറെ ആരൊക്കെയുണ്ട് വീട്ടില്? വീട്ടില് അമ്മുമ്മ, പിന്നെ എൻ്റെ ചിത്തപ്പൻ. പിന്നെ അനിയത്തിയില്ലേ? അനിയത്തിയുണ്ട്. മറന്നുപോയോ? അനിയത്തിയുടെ പേരെന്താ? അനിയത്തിയുടെ പേര് നൂപുര. നൂപുര. നൂപുര എങ്ങനെയാ, പാട്ട് പാടോ? അപ്പൊ എങ്ങനെയാ നില പാട്ടിലോട്ട് വരുന്നത്? നിലയാണോ ആദ്യം പറഞ്ഞത് എനിക്ക് പാടണം, അത് അച്ഛനും അമ്മയാണോ കണ്ടുപിടിച്ചേ? അച്ഛനും അമ്മയും പണ്ട് ഡ്രീം ചെയ്തതാ. ആണോ? ഇങ്ങനെ ഡ്രീം ചെയ്താണോ നിലയ്ക്ക് പാട്ട് പാടാൻ കഴിവുണ്ടായേ? അപ്പൊ ആരാദ്യം പാട്ടിന്റെ ശ്രുതി പറഞ്ഞു തരുകയും പാട്ടൊക്കെ പാടാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്ത ആദ്യം ആരാ? അത് അച്ഛനും അമ്മയും പറയും. അപ്പൊ ആദ്യം പഠിപ്പിച്ചെന്ന പാട്ട് ഓർമ്മയുണ്ടോ? ആദ്യം പഠിപ്പിച്ചെന്ന പാട്ട് അങ്ങനെ അച്ഛനും അമ്മയുമായിട്ട് ഇനീഷ്യേറ്റ് ചെയ്ത് അച്ഛനൊരു പാട്ട് പഠിപ്പിക്കുകയോ അമ്മയൊരു പാട്ട് അങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? അതോ നില തന്നെ സിനിമയൊക്കെ കണ്ട് അല്ലെങ്കിൽ പാട്ടൊക്കെ കേട്ട് മൂളിപ്പാട്ട് പാടി തുടങ്ങുകയായിരുന്നോ? അത് അമ്മയും അച്ഛനും പഠിപ്പിച്ചത് ഞാൻ തന്നെയും പഠിക്കോ? അപ്പൊ അങ്ങനെ ആദ്യം പഠിച്ചൊരു പാട്ട് ഓർമ്മയുണ്ടോ? പെട്ടെന്നൊന്ന് പാടിത്തരാനായിട്ട്. ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി, ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി, പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോലഞ്ഞാലിക്കുരുവി ഈ വഴിവാ, ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി. വെരി ഗുഡ്. എത്ര വയസ്സായി നിലയ്ക്കിപ്പോ? 10 വയസ്സായി. അപ്പൊ ഏത് സ്കൂളില്, ഏത് ഗ്രേഡിലാണ് പഠിക്കണേ? MGM പബ്ലിക് സ്കൂൾ കണ്ടനാടിലാണ് പഠിക്കുന്നത്. ഗ്രേഡ് 5A. 5-ലായോ? ഓക്കെ. അപ്പൊ എങ്ങനെ ഇപ്പോ കുറേ പാട്ട് പാടിയല്ലോ. ഏതൊക്കെ പാട്ട് പാടി? ആദ്യം പാടിയ പാട്ട് ഏതായിരുന്നു സിനിമയില്? തുടരുമിലെ ചെമ്പഴുക്ക എന്ന് പറഞ്ഞ പാട്ടാവും. പിന്നെ ആലപ്പുഴ ജിങ്കാനയിലെ ഹഡിജ ഹഡിജ പാടി. പിന്നെ പള്ളിച്ചട്ടമ്പിയിലൊരു പാട്ട് പാടിയായിരുന്നു. ഇപ്പൊ 3 പാട്ടായി. പിന്നെ ആശാനില് കുഞ്ഞിക്കവൾ മേഘമേ പാടി. പിന്നെ വാഴ 1-ല് പാടി. വാഴ 2-ല് അറിയാതെ പറയാതെ വാഴച്ചെടിയും പാടി. പിന്നെ ബാലൻ ദ ബോയിൽ പാടി. 8 പാട്ടും 7 സിനിമയും. സൂപ്പർ അല്ലേ? എങ്ങനെയാ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ? ആദ്യമായിട്ടൊരു സിനിമയിൽ പാടാൻ പോയപ്പോ എങ്ങനെയായിരുന്നു? ടെൻഷനൊക്കെ ഉണ്ടായിരുന്നോ? കുറച്ചുണ്ടായിരുന്നു. പിന്നെ അവിടെ ചേച്ചിമാരും എൻ്റെ വയസ്സിലുള്ള അത്ര കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഫ്രണ്ട്സായി. പിന്നെ പാടിത്തുടങ്ങി. അപ്പോൾ വോക്കൽ എക്സസൈസ് എന്തെങ്കിലും ചെയ്യാറുണ്ടോ പാടാൻ പോകുന്നതിന് മുമ്പ്? ഇല്ല, അത് വെള്ളം കുടിക്കും. തൊണ്ട ഡ്രൈ ആകുമ്പോഴത്തേക്കും വെള്ളം കുടിക്കും. വേറെ ഒന്നും ചെയ്യാറില്ല. സ്ട്രോങ് ആണ് ഞാൻ. ഓക്കെ. അപ്പോൾ പാട്ട് പഠിക്കുന്നുണ്ടോ മോള്? ഉണ്ട്. എവിടെയാ പഠിക്കണേ? അതോ അച്ഛനും അമ്മയാണോ പഠിപ്പിക്കണേ? എൻ്റെ ഗുരുനാഥയാണ്, സജിൻ ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചറാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഡെയിലി ക്ലാസ് ഉണ്ടോ? ഇല്ല, സാറ്റർഡേ സൺഡേ ഉണ്ട്. പിന്നെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഇപ്പോൾ കൂടെ പാടാറൊക്കെ ഉണ്ടോ? അച്ഛൻ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ചില സമയത്ത് കൂടെ പോവാറുണ്ട്.
ആഹാ. ഇപ്പോൾ അപ്പോൾ ആദ്യം ഇപ്പോൾ ഓൾമോസ്റ്റ് 8 സോങ്സ് പാടി, 8 സോങ് പാടി. ഇപ്പം എല്ലാവരും നാട്ടിലൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, സ്കൂളിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് ഭയങ്കരമായിട്ട് എല്ലാവരും വന്ന് ചോദിക്കാറൊക്കെ ഉണ്ടോ, ഒന്ന് പാടിത്തരുമോന്നൊക്കെ? ഫ്രണ്ട്സും ടീച്ചേഴ്സൊക്കെ എപ്പോഴും എന്നെ പാട്ട് പാടിപ്പിക്കും സ്കൂളിൽ. ആണോ? അവിടെ കോമ്പറ്റീഷനൊക്കെ കയറാറുണ്ടോ? ലൈറ്റ് മ്യൂസിക്കിനൊക്കെ കയറാറുണ്ട്. പ്രൈസൊക്കെ കിട്ടുമോ? മിടുക്കിയാണല്ലോ. അപ്പോൾ പഠിക്കുമ്പോൾ ഒക്കെ എങ്ങനെയാ പാട്ടും പഠനവും എല്ലാം എങ്ങനെ കൊച്ചു പ്രായത്തിൽ ഒരുമിച്ച് കൊണ്ടുപോകണേ? പാട്ട് കുറച്ചു നേരം പഠിച്ചിട്ട് പിന്നെ പഠിക്കും. പിന്നെ എനിക്ക് ബോറടിക്കും, പിന്നെ പാട്ട് പഠിക്കും, പിന്നെ പഠിക്കും. പിന്നെയും പഠിക്കും. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ പറയുകയാണെങ്കിൽ രാവിലെ എണ്ണീറ്റൊക്കെ കഴിഞ്ഞ് രാത്രി കിടക്കുന്നവരെ എന്തൊക്കെയാ ചെയ്യാറ്? രാവിലെ എണീറ്റിട്ട് സ്കൂളിൽ പോകാൻ റെഡിയാവും. പിന്നെ സ്കൂളിൽ പോയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കും. പിന്നെ പഠിക്കും. ഡിവിഷൻ പ്ലസ് ഒക്കെ മൈൻഡിൽ കയറ്റും. പിന്നെ എന്താണ് നാളത്തേക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ബുക്കിൽ എഴുതി വെക്കും. പിന്നെ സ്കൂളിൽ നിന്ന് തിരിച്ചു വരും. പിന്നെ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഭക്ഷണം കഴിക്കും. അപ്പോൾ രാവിലെ ഭക്ഷണം കഴിക്കാറില്ലേ? രാവിലെ ഭക്ഷണം കഴിക്കുന്ന പറഞ്ഞില്ലല്ലോ. രാവിലെ ഭക്ഷണം കഴിക്കുക. പിന്നെ ഫ്രഷ് ആവും. അപ്പോൾ പാട്ടിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും വരയ്ക്കോ ഡാൻസ് കളിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ? ഡ്രോയിങ്ങും ചെയ്യും, ഡാൻസും ചെയ്യും. ഡാൻസ് ചെയ്താൽ പഠിക്കുന്നത് ക്ലാസിക്കൽ ഡാൻസ് ആണോ? രണ്ടും പഠിക്കും. ആണോ? മിടുക്കിയാണല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ട് ഡാൻസായി, പാട്ടായി, വരയായി നന്നായി പഠിക്കുമോ, അതോ പഠിക്കാൻ കുറച്ച് മടിയാണോ? ക്ലാസിക്കൽ ഡാൻസ് എനിക്ക് അരമണ്ഡലത്തിലിരിക്കാൻ ഇഷ്ടമല്ല. അത് ഇങ്ങനെ മുറിപ്പിക്കും ടീച്ചേഴ്സ്. ഞാൻ നോക്കി പഠിക്കും ക്ലാസിക്കൽ ഡാൻസ്. ഓക്കെ. സ്കൂളിൽ പഠിക്കുന്നത് എങ്ങനെയാ, പഠിക്കാൻ മടിയാണോ? ഇല്ല. ഏറ്റവും പാടുള്ള വിഷയം ഏതാ? അയ്യോ, എല്ലാം എളുപ്പമാ? മാത്സ്. മാത്സ് ടഫാണല്ലേ? കുഴപ്പമില്ല, എല്ലാവർക്കും ടഫാ, കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. ഓക്കെ. പാടുന്ന സമയത്ത് എന്തേലും ഏറ്റവും ഇപ്പോൾ ഈ ഒരു 8 സോങ്സ് പാടിയല്ലോ, ലാസ്റ്റ് പാടിയ താക്കോലാണ് നമുക്ക് ഏറ്റവും ഭയങ്കര പ്രിയപ്പെട്ട, എല്ലാവരും ഭയങ്കര ഇമോഷണൽ ആക്കിയൊരു പാട്ടൊക്കെയാണ്. അത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് പാടുന്നത് ഒരു ഇമോഷണൽ ജോണറിലാണെന്നൊക്കെ നിലയ്ക്ക് മനസ്സിലായിരുന്നോ? എങ്ങനെയായിരുന്നു ഈ പാട്ടിലേക്കുള്ള ഒരു വരവ്? അത് എന്താ അവിടെ ഉള്ള സൗണ്ട് എഞ്ചിനീയറില്ലേ, അവർ പറഞ്ഞുതരും ഇങ്ങനെ പാടണം എന്ന് പറഞ്ഞുതരും. എന്താണ് ഒരു സ്കൂളിലത്തെ ഒരു എക്സ്പീരിയൻസിലാണ് പാടേണ്ടത്. അപ്പോൾ ഇങ്ങനെ കളിച്ച് ചിരിച്ചൊക്കെ പാടണം എന്ന് പറയും. അപ്പോൾ ഞാൻ അതുപോലെ പാടും. അപ്പോൾ അത് പെർഫെക്റ്റ് എന്ന് പറയും. ആണോ? എന്നിട്ട് പാടുന്നതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഏതെങ്കിലും വരി റിപ്പീറ്റഡ് ആയിട്ട് പാടേണ്ടി വരില്ലോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? അത് ഫസ്റ്റ് പാടുമ്പോൾ ഒരു ടേക്കും കൂടെ എടുക്കേണ്ടി വരാം. കാരണം ഫസ്റ്റ് മുതൽ പഠിച്ചല്ലേ, അപ്പോൾ തെറ്റിപ്പോവും വരിയൊക്കെ. ആണോ? എന്നിട്ട് വീണ്ടും പാടും അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? ചുറ്റുമുള്ള എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നോ? ഏറ്റവും സപ്പോർട്ട് ആരായിരുന്നു? അമ്മയെ പറയാൻ പറ്റില്ല, എല്ലാവരും സപ്പോർട്ടായിരുന്നു. ആണോ? എപ്പോഴും കൂടെ ആരാ വരുന്നത് റെക്കോർഡിങ്ങിൻ്റെ സമയത്തൊക്കെ? അച്ഛൻ കൂടുതൽ വരാറുണ്ട്, പിന്നെ എൻ്റെ ചിത്തപ്പൻ വരും. ആണോ? അച്ഛനൊക്കെ ഇങ്ങനെ ടിപ്പും ട്രിക്കൊക്കെ പറഞ്ഞു തരാറുണ്ടോ? അച്ഛൻ പാടിത്തരുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? നാട്ടുവഴിയിലെ. ആണോ? എനിക്ക് പാടിത്തരാവോ അതും കൂടി? നാട്ടുവഴിയിലെ കാറ്റ് മൂളണ പാട്ട് കേട്ടില്ലേ, നല്ല കദളിപ്പൂവിനുള്ളിൽ തേൻ കുളിച്ചില്ലേ, കൊതിയൂറി നിന്നില്ലേ, കണ്ണാരം പൊത്തിയൊളിച്ചു പൊന്നാരം കണ്ടുപിടിച്ചു, ആഞ്ഞിൽ മൂട്ടിലൊളിച്ചു കളിച്ചില്ലേ, ഈ നാട്ടുവഴിയിലെ കാറ്റ് മൂളണ പാട്ട് കേട്ടില്ലേ, നല്ല കദളിപ്പൂവിനുള്ളിൽ തേൻ കുടിച്ചില്ലേ, കൊതിയൂറി നിന്നില്ലേ. മിടുക്കി, നല്ല പാട്ടായിരുന്നു. താങ്ക് യു. അപ്പോൾ എത്ര നാൾ പ്രിപ്പയർ ചെയ്തു? ഇപ്പം താക്കോലിലേക്ക് വരുന്നതിന് മുമ്പ് എത്ര നാൾ പാട്ടൊക്കെ പഠിച്ച് പ്രിപ്പയർ ചെയ്തു? അത് ഞാൻ ഇങ്ങനെ പാട്ടൊക്കെ കേൾക്കും. അപ്പോൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും പാട്ട് കുറച്ച് വരിയൊക്കെ വരും. പിന്നെ ഞാൻ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ 6 ഞാൻ പോയായിരുന്നു. പക്ഷെ ഫൈനൽ ഓഡീഷൻ ആയപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് പനിയൊക്കെ പിടിച്ച് പിന്നെ പോവാണ്ടായി.
പക്ഷേ ഈ അറിയാതെ പറയാതെ ഒക്കെ പാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ സീസണിൽ തന്നെ എനിക്ക് ഗസ്റ്റായിട്ട് പോയി. ആഹാ, അടിപൊളി. അപ്പൊ അത് സൂപ്പറായില്ലേ? അടിപൊളി അടിപൊളി. എന്നിട്ട് ഗസ്റ്റൊക്കെ ആയിട്ട് പോയപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ആദ്യം നമ്മൾ ഓഡീഷനിലൊക്കെ പോയി, പിന്നെ നിർഭാഗ്യവശാൽ നമുക്ക് കിട്ടിയില്ല. എന്നിട്ട് പിന്നെ ഗസ്റ്റൊക്കെ ആയിട്ട് പോകുമ്പോൾ എങ്ങനെയായിരുന്നു? ഇങ്ങനെ സന്തോഷമായിരുന്നു, പിന്നെ പ്രൗഡായിരുന്നു. ആണോ? ഇപ്പോൾ എത്ര ഇൻ്റർവ്യൂ ചെയ്തു? ഇപ്പോൾ അത് എനിക്ക് എന്താണ് അറിയില്ല. അയ്യോ, കുറേ ഇൻ്റർവ്യൂ ചെയ്തോ? ഉണ്ട്. അപ്പോൾ ഇഷ്ടമായോ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നതും സ്റ്റുഡിയോയിലൊക്കെ പോയി പാട്ട് പാടുന്നതും ഒക്കെ ഇഷ്ടപ്പെട്ടോ? സ്റ്റേജിലൊക്കെ പാട്ട് പാടിയോ? സ്കൂളിലെ സ്റ്റേജിലല്ലാണ്ട്? ആ ആണോ? അപ്പോൾ സ്റ്റേജിലാണോ സ്റ്റുഡിയോയിലാണോ പാടാൻ എളുപ്പം? ഇത് സ്റ്റുഡിയോയില്. ആണോ? പിന്നെ വേറെന്തൊക്കെയാ വിശേഷങ്ങൾ പറയാനുള്ളത്? താക്കോലിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞ. അപ്പോൾ കുറേ നാൾ പഠിച്ച് കുറേ ഇതൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. അതായത് ഇത്തിരി പാടായിരുന്നു, എന്നാൽ എളുപ്പമായിട്ട് പാടി. ഇത് സിനിമ തിയേറ്ററിൽ ഇരുന്ന് കണ്ടപ്പോൾ സ്വന്തം ഒച്ച ഇങ്ങനെ കേൾക്കുമ്പോൾ എന്ത് തോന്നി? ചുറ്റുള്ള ആൾക്കാരുടെ മുഖത്തെ എക്സ്പ്രഷനൊക്കെ കണ്ടായിരുന്നോ? എന്തായിരുന്നു? ആൾക്കാരിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. പിന്നെ എനിക്ക് അനിയത്തി ഉള്ളതുകൊണ്ട് അവൾക്ക് 2 വയസ്സാവാറായി. ഓഹോ. അപ്പോൾ തിയേറ്ററിൽ ഭയങ്കര ഒച്ചയുള്ളതുകൊണ്ട് ചിലപ്പോൾ കരയും. അതുകൊണ്ട് ഞാനും അച്ഛനുമാണ് ഫസ്റ്റ് പോയി കണ്ടത്. കരയുമെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് രാത്രി 9 മണിക്ക് ഞാൻ ബുക്ക് ചെയ്തിട്ട് അമ്മ കാണാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുക, എല്ലാം എടുത്തിട്ട്. എന്നിട്ട് വോയിസ് വന്നപ്പോഴത്തേക്കും അയ്യോ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നോ? എക്സൈറ്റഡ് ആയിരുന്നു അമ്മ. എന്നിട്ട് പിന്നെ കുഞ്ഞുവാവ അപ്പത്തേക്കും എൻ്റെ പാട്ട് കേട്ടപ്പോഴത്തേക്കും ചിച്ചി ചിച്ചി അങ്ങനെ പറഞ്ഞു. ആണോ? എന്നിട്ട് എല്ലാവരുടെയും എങ്ങനെയായിരുന്നു? സന്തോഷമായിരുന്നോ? അതായത് ചുറ്റുമുള്ള ഓഡിയൻസിൻ്റെ സന്തോഷമായിരുന്നോ? അതോ അവർ ഒരു ഇമോഷണൽ ജോണറിൽ വരുന്ന ഒരു സോങ് ആണല്ലോ, അപ്പോൾ അവരുടെ കണ്ണ് നിറഞ്ഞോ? എങ്ങനെയായിരുന്നു? കണ്ടായിരുന്നോ? അത് മറ്റേ എന്താ ഒരു കാടിൻ്റെ അകത്തായിട്ടാണുള്ളത്. അപ്പോൾ ഒരു ഹൊററായിട്ട് ഫീൽ ചെയ്യും. ആണോ? അങ്ങനെയാണോ? അപ്പോൾ പേടിച്ചോ? പേടിയില്ല. ഇല്ല. ആണോ? ഓക്കെ. ഈ ഇത്രയും പാട്ട് പാടിയല്ലോ, ഇതിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതായിരിക്കും? ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് അല്ലെങ്കിൽ പാടാൻ എളുപ്പമായിട്ടുള്ള പാട്ട് ഏതായിരിക്കും? പഠിച്ചപ്പോ കണ്ടോ തക്കാളി. അതാണോ പാടാൻ ഏറ്റവും എളുപ്പമായിട്ട് വന്നത്? അപ്പോൾ ഇത്രയും നേരമായിട്ട് നമ്മൾ താക്കോലിനെ കുറിച്ച് പറയുന്നു, താക്കോൽ എന്ന പാട്ടിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഇതുവരെ പാടിയില്ല. അതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു വരിയുണ്ടോ? എല്ലാം ഇഷ്ടം. എല്ലാ വരിയും ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പാട്ട് മൊത്തത്തിലൊന്ന് പാടിയാലോ? മൊത്തം ഇഷ്ടമുള്ള 4 വരി പാടിയാൽ മതി. കണ്ടോ കണ്ടോ താക്കോല്, കുഞ്ഞന്തവളുടെ താക്കോല്, നാട്ടിൽ തെണ്ടി നടക്കുമ്പോൾ കാണാതായൊരു താക്കോല്, കാണാതായൊരു താക്കോല്, മണ്ണ് കുഴിക്കും ഞണ്ടളിയ, കണ്ടോ നീയാ താക്കോല്, കണ്ടോ നീയാ താക്കോല്, മണ്ണ് കുഴിക്കും നേരം എങ്ങനെ കാണും താക്കോല്. സൂപ്പർ. ഇന്ന് കുറേ കൈയടി കിട്ടിയില്ലേ? എത്ര പ്രാവശ്യം പാടി ഇപ്പോൾ താക്കോല്? ഇപ്പോൾ സ്കൂളിൽ പാടി, പിന്നെ ഞാൻ ഗസ്റ്റായിട്ട് കുറേ സ്കൂളിലൊക്കെ പോയായിരുന്നു. അവിടെയും പാടി, പിന്നെ ഇവിടെയും പാടി. അടിപൊളി. പിന്നെ ഈ പാട്ടൊക്കെ പാടുമ്പോഴേ ചുറ്റുള്ള ആൾക്കാരും ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ടോ എങ്ങനെയാ പാടുന്നതിന് ടിപ്പും ട്രിക്സും ഒക്കെ പറഞ്ഞു തരാമോ എന്ന്? ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയും നല്ലോണം പാട്ട് പഠിക്കണം എന്ന് പറയും. ആണോ? അത്രേ ഉള്ളൂ, സിമ്പിൾ. ഇനി നിനക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണോ? അഭിനയിക്കാനോ? ഇപ്പോൾ വരയ്ക്കുമെന്ന് പറഞ്ഞു, പാട്ട് പാടും, ഭരതനാട്യം പഠിക്കുന്നുണ്ട്, ഇപ്പോൾ ഒരു ഡാൻസറും കൂടിയാണ്. അപ്പോൾ അഭിനയിക്കാനൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഇഷ്ടമാണ്. അഭിനയിക്കാൻ വിളിച്ചാൽ പോവോ? ആണോ? പിന്നെ അമ്മേനെ കുറിച്ച് പറഞ്ഞല്ലോ, അതായത് അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പാട്ട് കേട്ടപ്പോൾ, പാട്ട് കേൾക്കാനായിട്ട്. അമ്മ പഠിപ്പിച്ചു തന്നൊരു പാട്ടിനെ കുറിച്ച് പറഞ്ഞേ. പിള്ളേച്ചനാണ് പഠിപ്പിച്ചു തരാറില്ല, പിന്നെ ഞാൻ കേട്ട് പഠിക്കണേ. കേട്ടാണോ പഠിക്കാറ് കൂടുതൽ? അമ്മ പഠിപ്പിച്ചത് ചെറുപ്പത്തിൽ നിലേനെ ഉറക്കിക്കൊണ്ടിരുന്നൊക്കെ ഏത് പാട്ട് വെച്ചിട്ടായിരുന്നു? അത് ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പാടാറില്ലേ, മറന്നുപോയി. അയ്യോ, മറന്നുപോയോ? പെട്ടെന്ന് ഓർത്തെടുക്കുക. സാരില്ല,
നമ്മൾ പെട്ടെന്നൊക്കെ ഇടയ്ക്ക് മറന്നു പോകും. അപ്പോൾ ഇതുപോലെ തന്നെ പാട്ടൊക്കെ പാടുമ്പോൾ നമ്മൾ സ്റ്റുഡിയോയിൽ റെക്കോർഡിങ്ങിനൊക്കെ പോകുമ്പോൾ പാട്ടൊക്കെ പാടുമ്പോൾ മറന്നു പോകുമ്പോൾ ടെൻഷൻ ആവാറുണ്ടോ? ഇല്ല. ഒട്ടും ടെൻഷൻ ആവാറില്ല? അല്ല, അവര് നമുക്ക് പറഞ്ഞു തരും. പറഞ്ഞു തരും. ഫസ്റ്റ് ഞാൻ പോയപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു ഒരു വഴക്ക് പറയാൻ. പക്ഷെ ഞാൻ പിന്നെ പിന്നെ പാടിയപ്പോഴത്തേക്കും അവരിങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞു തരും. പറഞ്ഞു തരും. കൊള്ളാം. പിന്നെ വാഴയിലെ പാട്ട് പാടി എന്ന് പറഞ്ഞില്ലേ? വാഴ 1 പാടി, വാഴ 2 പാടി. ക്രൂവിനെയൊക്കെ കണ്ടായിരുന്നോ? അതായത് ആക്ടേഴ്സിനൊക്കെ കണ്ടായിരുന്നോ? എല്ലാ സിനിമയിലെ ആക്ടേഴ്സിനൊക്കെ കാണാൻ പറ്റിയോ? വാഴ 1 കാണാൻ പറ്റിയില്ല. വാഴ 2 അശ്വറിനെ ഒക്കെ കാണാൻ പറ്റി. കാണാൻ പറ്റിയോ? പക്ഷേ ഉണ്ടല്ലോ, ഞാൻ പ്രൊമോ സോങ്ങിൽ പോയപ്പോഴത്തേക്കും മറ്റേ അവരൊക്കെ ഈ ബെഞ്ചിൽ ഇങ്ങനെ സൈഡിൽ ഇരിക്കണുണ്ടായിരുന്നു. പക്ഷെ അവരുടെ പേര് മാത്രമേ എനിക്കറിയുള്ളൂ. അവർ ആരാന്ന് എനിക്കറിയില്ല. അയ്യോ, അതുകൊണ്ട് എനിക്ക് കാണാനും പറ്റിയില്ല. അശ്യോ. ഞാൻ വീഡിയോ ടി.വിയിൽ വന്നപ്പോൾ സാരില്ല. ഇനി നമുക്ക് എന്തായാലും നില ഇപ്പം തന്നെ ചെറിയൊരു ബിഗ് സ്റ്റാർ ആണല്ലോ. പിന്നെ വലിയൊരു സ്റ്റാറായി കഴിയുമ്പോൾ ഇപ്പം അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പം അഭിനയിക്കാനൊക്കെ വിളിക്കുമ്പോൾ ആർക്കറിയാം, ചിലപ്പോൾ അവരുടെയൊക്കെ കൂടെ അഭിനയിക്കാൻ പറ്റില്ലേ? അപ്പോൾ പോകത്തില്ലേ? ഇതേപോലെ പാട്ട് പാടാൻ, അതായത് ഇഷ്ടപ്പെട്ട ഒരു ഗായകനോ ഗായികയോ ആരായിരിക്കും? എസ് ജാനകി അമ്മ, പിന്നെ ശ്രേയ ഘോഷാൽ മാം, പിന്നെ KS ചിത്ര മാം. ആരുടെയൊക്കെ കൂടെ പാടുന്ന ആഗ്രഹമുണ്ട്? ഒരു ഡുവറ്റൊക്കെ പാടാൻ. അച്ഛൻ്റെ കൂടെ. അച്ഛൻ്റെ കൂടെ പാടാനാണോ ആഗ്രഹം? അടിപൊളിയാണല്ലോ. അച്ഛൻ്റെ കൂടെ പാടി നോക്കിയിട്ടുണ്ടോ എപ്പോഴേലും വീട്ടിൽ വെച്ചിട്ട്? വീട്ടിൽ ഈ മറ്റേ പവഴമല്ലി അതൊക്കെ ന്യൂ ട്രെൻഡായിട്ടുള്ള പാട്ടില്ലേ, അതൊക്കെ പഠിച്ചിട്ട് ഇങ്ങനെ പാടിയൊക്കെ ഇടും. ആണോ? അപ്പോൾ മലയാളം അല്ലാണ്ട് വേറെ അന്യഭാഷകളൊക്കെ പാട്ട് പാടാറുണ്ടോ? ഇല്ല, മലയാളം മാത്രം. മലയാളം മാത്രമല്ല, തമിഴ്. തമിഴ് പാടാറുണ്ട്. തമിഴിലൊരു പാട്ട് നമുക്ക് പാടി നോക്കിയാലോ? ഒരു ഇഷ്ടപ്പെട്ട പാട്ട്, ഒരു 2 വരി തമിഴ് ട്രൈ ചെയ്യേ. ஆசை ஆசை இப்பொழுது பேராசை இப்பொழுது ஆசை தீரும் காலம் இப்பொழுது கண்ணால் உன்னால் இப்பொழுது காயங்கள் இப்பொழுது காயம் தீரும் காலம் இப்பொழுது மழையாய் எழுந்தேன் நான் இப்பொழுது மலையாய் விருந்தேன் நான் இப்பொழுது சுவடை பதிப்பாய் நீ இப்பொழுது. ഓക്കെ, സൂപ്പർ. എല്ലാം അടിപൊളിയാ. മലയാളം ആയിക്കോട്ടെ, തമിഴായിക്കോട്ടെ, നീ എത്ര ഭാഷകൾ പാടാനുള്ളതാ? ഇപ്പോഴേ പ്രിപ്പയർ ചെയ്തോ? ഭയങ്കര എക്സൈറ്റഡ് ആണോ? വേറെ ഭാഷകളൊക്കെ പാടാൻ ആയിട്ടൊരു അവസരമൊക്കെ കിട്ടാനായിട്ട് ആലോചിക്കാറുണ്ടോ? ഉണ്ട്, പക്ഷെ അത് പാടാൻ കുറച്ച് പാടായിരിക്കും. ശ്രേയ ഘോഷാൽ മാമിന് ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്? ശ്രേയ ഘോഷാൽ മാം ഇപ്പം എന്തോരം ഭാഷകൾ പാടുന്നു. അപ്പം അതേപോലെ ഇപ്പം കുഞ്ഞു നില വലിയ നില ആകുമ്പോഴേക്കും എന്തോരം പാട്ടുകൾ ഇനി പാടാൻ പറ്റും? കുഞ്ഞു നില വലിയ നില ആകുമ്പോഴേക്കും എന്താണ് ആഗ്രഹം? വലുതാകുമ്പോൾ എന്താവണമെന്ന് ആഗ്രഹം? സിംഗർ ആവണമെന്ന് ആഗ്രഹം ആണോ? ഫേമസ് ആയിട്ടുള്ളൊരു സിംഗർ ആവണമെന്നല്ല ആഗ്രഹം? എന്തൊക്കെ ടൈപ്പ് പാട്ട് പാടാനാണ് ഇഷ്ടം? ഫാസ്റ്റ് നമ്പർ ആണോ? എങ്ങനെയാ? വെസ്റ്റേൺ, പിന്നെ ക്ലാസിക്കല്, ഹിന്ദുസ്ഥാനി, പിന്നെ ഇംഗ്ലീഷ് പാട്ടൊക്കെ പാടോ? ആണോ? പിന്നെ വേറെ എന്തൊക്കെയാ? ലിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞില്ല. ഈ ഇതുപോലത്തെ ന്യൂ ട്രെൻഡിങ് ആയ പാട്ടുകൾ, പിന്നെ മെലഡി പാട്ടുകൾ ഒക്കെ പാടി. എല്ലാം പാടാറുണ്ടല്ലേ? മിടുക്കിയാണല്ലോ. താക്കോലിലേക്ക് എത്തിപ്പെട്ടതിൻ്റെ കഥ നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ ചേച്ചി വേറൊരു ഇൻ്റർവ്യൂവിൽ കേട്ടല്ലോ, ഇങ്ങനെ കോറസ് പാടാൻ പോയതാ. അപ്പോഴാണ് ഇങ്ങനെ അവിടുത്തെ ഡയറക്ടർ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് പാടി നോക്കിയിട്ട് അങ്ങനെയാണ് ലീഡായി വന്നതെന്ന്. ആ കഥയൊന്ന് പറഞ്ഞു തരുമോ? ഫസ്റ്റ് എങ്ങോട്ടാന്ന് പറഞ്ഞ പാട്ടാണ് കോറസിൽ പാടാൻ പോയത്. പിന്നെയാണ് കണ്ടോ താക്കോലിൽ സുഷിൻ ശ്യാം ചേട്ടൻ വിളിച്ചത്. ഫസ്റ്റ് കണ്ടോ താക്കോലും കോറസായിരുന്നു പാടാൻ പോയത്. പിന്നെയാണ് സുഷിൻ ശ്യാം ചേട്ടൻ പറഞ്ഞത് നിള ഒന്ന് പാടി നോക്കുന്നു. അപ്പോഴത്തേക്കും സുഷിൻ ശ്യാം ചേട്ടൻ നോക്കി പറഞ്ഞു. ആണോ? ഇപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയോ അതോ ടെൻഷനായോ?
ഇല്ല, അത് വിളിക്കാന്ന് എനിക്കറിയില്ലല്ലോ, അപ്പൊ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ആണോ? അപ്പോഴും ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു. ഈ പാട്ട് കേട്ടിട്ടെ ആരെങ്കിലും അച്ഛനും അമ്മയും വീട്ടുകാരല്ലാണ്ട് വേറെ ആരെങ്കിലും പറഞ്ഞൊരു കാര്യം മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടോ? പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ടിട്ട് വന്നിട്ട് പറഞ്ഞ എന്തേലും? ആ, മറ്റേ ഫേസ്ബുക്കിലൊക്കെ നോക്കുമ്പോൾ ഒരു എന്താണ് ഒരു കൊച്ച് പാടിയിട്ടിട്ട് ആയി നിളച്ചിച്ചിയുടെ ഫാനാന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ ഫാൻസ് ഒക്കെ ഉണ്ട്. ആ, ആണോ? ഫൈമിനെ ഗസ്റ്റായിട്ട് വിളിക്കുമ്പോഴും ഇങ്ങനെ ഫാനാന്നൊക്കെ പറയുമ്പോൾ നിലയുടെ മനസ്സിൽ എന്താ വരുന്നത്? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആണോ? ഭയങ്കര ഹാപ്പിയാണോ? കൂടുതൽ നന്നാക്കാനായിട്ട് ഇപ്പം എന്തൊക്കെയാ ചെയ്യാറ്? അതായത് ഓൾറെഡി നില പാടുന്നത് ഭയങ്കര സ്വീറ്റാണ്, ഭയങ്കര ടച്ചിങ് ആണ്. ഇനിയും കൂടുതൽ ബെറ്റർ ആക്കണ്ടേ നമുക്ക്? അപ്പോൾ അതിനു വേണ്ടിയൊക്കെ നില എന്നാ ചെയ്യുന്നത്? അത് ഇങ്ങനെ എന്താണ് ഫീലിങ്സ്, ഇങ്ങനെ ഫീലുള്ള പാട്ടുകൾ പഠിക്കും. പിന്നെ ഇങ്ങനെ പെട്ടെന്ന് വോളിയം വന്നിട്ട് പെട്ടെന്ന് വോളിയം കുറയ്ക്കുന്ന ഒരു പാട്ടുണ്ടായിരുന്നു. ആ, ആ, ഹൈ പിച്ച് പാടി ലോ പിച്ച് പാടുന്ന പോലെയാണോ? അല്ല, ഇങ്ങനെ പെട്ടെന്ന് വോളിയം കൂടിക്കുറഞ്ഞു അങ്ങനത്തെ പാട്ടുകൾ. ഓക്കെ. ഹൈ പിച്ചൊക്കെ പാടുമ്പോൾ ഇടയ്ക്ക് ബുദ്ധിമുട്ടാണോ? ഭയങ്കര ബുദ്ധിമുട്ടാ, കുറച്ച് കുഴപ്പമില്ല. ഒരു പാട്ട് എത്ര പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കൊക്കെ ആയിരിക്കും ലിറിക്സ് ഒക്കെ ഓർമ്മ വരുന്നത്? അത് ഞാൻ ഒറ്റയടിക്ക് പഠിക്കില്ല, ബ്രേക്ക് എടുത്തിട്ടാണ് പഠിക്കുള്ളൂ. ഫസ്റ്റ് ഞാൻ അതിൻ്റെ എന്താണ് കേൾക്കും ഫസ്റ്റ് പാട്ട്. അപ്പോഴത്തേക്കും ഞാൻ എഴുതിയെടുത്തിട്ട് പിന്നെയും കേട്ടിട്ട് അതിൻ്റെ ഒപ്പം ഇങ്ങനെ പാട്ട് പഠിക്കും. അപ്പോൾ നില തന്നെ എഴുതിയെടുക്കും എല്ലാം? ആണോ? ഇംഗ്ലീഷിലൊക്കെ ചെയ്തല്ലോ. ആ, അതിനെന്താ, നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതിയാൽ പോരെ. അപ്പം നിലയ്ക്ക് മനസ്സിലാവുമ്പോൾ നിലക്ക് അറിയാവുന്ന പോലെ പാടും, അങ്ങനെയല്ലേ? നിലയ്ക്ക് വേണ്ടി ഇപ്പോൾ കുറേ പേര് പാട്ടൊക്കെ പാടിത്തരുന്നുണ്ടോ? അച്ഛനും അമ്മയും പാട്ടൊക്കെ പാടിത്തരുന്നു എന്ന് മാത്രമല്ലേ? പാട്ട് പാടിത്തരാറുണ്ടോ ഇടയ്ക്ക്? അത് ഇപ്പോൾ എനിക്ക് ഒരു ലിസ്റ്റ് തരും പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അച്ഛന് പാട്ട് തരും, എന്താണ് ഈ പാട്ട് പഠിക്കണം, ബ്രേക്ക് എടുത്ത് പഠിച്ചാൽ മതി, പക്ഷെ എന്നെ ഇപ്പം തന്നെ കേൾപ്പിക്കണം. അങ്ങനെയൊക്കെ പറയാം. പെട്ടെന്ന് പഠിക്കും. ആണോ? അച്ഛൻ സ്ട്രിക്റ്റ് ആണോ? അല്ല, അത്ര സ്ട്രിക്റ്റ് അല്ല, എന്നെ അത്ര സ്ട്രെസ്സും ചെയ്യാറില്ല. കൊള്ളാലോ. നിലയ്ക്കിപ്പോൾ അച്ഛനും അമ്മയും അങ്ങനെയൊക്കെ ഓരോ പാട്ടൊക്കെ എഴുതി തരും, എന്നിട്ട് നില അനുജത്തിക്ക് ഇതൊക്കെ പാടിക്കൊടുക്കാറുണ്ടോ? ഞാൻ പണ്ട് അങ്ങുവാനക്കോണിൽ പാടിക്കൊടുക്കാറുണ്ട്. വയറ്റിലായിരുന്നു. ആണോ? എന്നിട്ട് ബേബി കിക്ക് തരായിരുന്നു, അമ്മയുടെ വയറ്റിൽ ചവിട്ടായിരുന്നു? ആണോ? അപ്പം ഇഷ്ടമായിരുന്നോ? അപ്പോഴേ അപ്പം. പക്ഷേ ഇപ്പൊ ഞാൻ പാടിക്കൊടുക്കുമ്പോൾ കരയും. നമുക്ക് സങ്കടമാണ്. ഒരു പാട്ട് കേട്ടിട്ട് കുറേ മനസ്സ് കഴിയുമ്പോഴത്തേക്കും കരയും. സാറില്ല, കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നിലനെ പോലെ പെട്ടെന്ന് പാടാൻ കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇനി അനിയത്തിക്കുട്ടിയും ചേച്ചിക്കുട്ടിയും ഒരുമിച്ച് കുറേ പാട്ടൊക്കെ പാടില്ലേ? അപ്പോൾ അനിയത്തിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പാട്ടായിരിക്കും ഡെഡിക്കേറ്റ് ചെയ്യുക? അത് പാടാം, അങ്ങുവാനക്കോണിൽ പാടാം. പാടിക്കോ. അങ്ങുവാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോരക്കൺമുയൽ, ഇങ്ങു നീലത്തുരുത്തില് നീർപ്പരപ്പിന്നിഴലിടും, അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ, ആമക്കുറുമ്പനുങ്ങ് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി, ഭൂമിയെ പടിമൂടും അത്രയും വെറ്റില ഇട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ, കഥ കേട്ട് മെല്ലെ ചിരി തൂകി മാറിൽ ചൂടിൽ ഉറങ്ങ് പൊന്നേ, കഥ കേട്ട് മെല്ലെ ചൂടിൽ ഉറങ്ങ്. സൂപ്പർ. എന്താ ഇടയ്ക്ക് വെച്ച് മറന്നു പോയതുകൊണ്ടാണോ പെട്ടെന്ന് ടെൻഷൻ ആയതുപോലെ? അതൊന്നും കുഴപ്പമില്ല, പാടുന്ന കേൾക്കാൻ തന്നെ ഭയങ്കര രസമാണ്. അപ്പം തെറ്റിയതൊന്നും ഞങ്ങൾ അറിയുന്ന പോലുമില്ല. ഓക്കെ. ഇപ്പോൾ നമ്മുടെ മലയാളത്തിലെ അല്ലെങ്കിൽ പിന്നെ സൗത്ത് ഇന്ത്യയിലെ നൈറ്റിംഗേൽ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന എസ് ജാനകി അമ്മയുടെ വിയോഗം മോൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? അപ്പോൾ ജാനകി അമ്മേനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ? ജാനകി അമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഒരു പാട്ട് പാടി തരാമോ? മാതളപ്പൂ പോലൊരു മാനസം ഞാനിന്നു കണ്ടു,
മാതളപ്പൂ പോലൊരു മാനസം ഞാനിന്നു കണ്ടു, ആരും കാണാതെ പൂ ചൂടി ഞാനൊന്നു പാടി ശാരികേ എൻ ശാരികേ. മാതളപ്പൂ പോലൊരു മാനസം ഞാനിന്നു കണ്ടു. താങ്ക് യു മോളെ. ഇറ്റ് ഇസ് സച്ച് എ വണ്ടർഫുൾ ഡെഡിക്കേഷൻ. സോ സ്വീറ്റ് ഓഫ് യു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ റെക്കോർഡിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ഒറ്റ ടേക്കിലൊക്കെ പാടി തീർക്കാൻ പറ്റാറുണ്ടോ, അതോ 2-3 ടേക്ക് പോകാറുണ്ടോ? ഒറ്റ ടേക്കല്ല, 4-5 ടേക്കൊക്കെ പോവാറുണ്ട്. കോറസ് പാടുമ്പോൾ കുറേ പേരൊക്കെ തെറ്റിക്കില്ല, അപ്പോൾ ഒരു 4-5 ടേക്കൊക്കെ പോകും. ആണോ, കോറസ് പാടുന്നതാണോ അപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ട്? അല്ല, രണ്ടും അങ്ങനെ തന്നെയാണ്. രണ്ടും അങ്ങനെ തന്നെയല്ലേ. ഓക്കെ, താങ്ക് യു. അതേപോലെ തന്നെ ഇനി എന്തൊക്കെ പ്രോജക്ട്സ് ആണ് വരുന്നത്? പുതിയ പ്രോജക്ട്സ് ഒക്കെ കമ്മിറ്റ് ചെയ്തോ? ആണോ, എന്തെങ്കിലുമൊക്കെ ഒരു ക്ലൂ തരാൻ പറ്റുമോ? ഹാഫ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതൊരു വെമ്പയറിൻ്റെ സിനിമയെന്നാണ് പറയുന്നത്. പിന്നെ ഏതൊരു തമിഴ് പാടിയിട്ടുണ്ടായിരുന്നു. ആഹാ. പിന്നെ മെഡിക്കൽ മിറാക്കിൾ എന്ന് പറഞ്ഞൊരു പാട്ട്. പിന്നെ ഏതായിരുന്നു? ഇപ്പോഴും കുറേ എൻക്വയറീസ് ഒക്കെ വരാറുണ്ടോ? കുട്ടി സിംഗേഴ്സൊക്കെ മെസ്സേജ് അയക്കാറുണ്ടോ? ഇങ്ങനെ പാടി ആരെങ്കിലുമൊക്കെ പേരൻസിൻ്റെ ഫോണിൽ നിന്നൊക്കെ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറുണ്ടോ? അച്ഛൻ്റെ ഫോണിൽ നിന്നൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. ആണോ, വിളിക്കാറൊക്കെ ഉണ്ട്. ആരെങ്കിലും വിളിച്ചോ പാട്ടൊക്കെ കേട്ടിട്ട്? അതറിയില്ല. ആണോ, ആരെങ്കിലും വേറെ ആരെങ്കിലും നമുക്ക് സോളിൽ നിന്ന് കുറേ അഭിനന്ദനം കിട്ടി, നമ്മുടെ പരിസരത്തു നിന്നൊക്കെ? അപ്പായുടെ അല്ല, അപ്പായുടെ എന്നല്ല, ഞാൻ അപ്പായി എന്നാണ് വിളിക്കണേ. ആരാ അത്? എൻ്റെ അച്ഛൻ. ഓക്കെ. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ സ്റ്റാർ സിംഗറിലുള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ മറ്റേ പരിപാടിയിലൊക്കെ പോകുമ്പോൾ ഉള്ള ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ട് പറയും, നല്ലതായിരുന്നു പാട്ട്, എനിക്ക് വേണ്ടി ഈ ഒരു പാട്ട് പാടിത്തരാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചോദിക്കും. ആണോ, അപ്പോൾ നല്ല പാട്ട് പാടി കൊടുക്കോ? അവർ ഒരു പാട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് എനിക്ക് തരും. അപ്പം ഞാനത് പാടിയിട്ട് ഫേസ്ബുക്കിൽ അയച്ചിട്ട് അവർക്ക് കൊടുക്കണം. ആണോ, ഭയങ്കരമായിട്ട് ഫാൻസ് എല്ലാവരും ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ഇല്ല, ഡാൻസറും ആണ് സിംഗറും ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു പാട്ടുകാരി മാത്രമല്ലല്ലോ. അപ്പോൾ ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ ചേച്ചിക്ക് ഒരു പാട്ട് ഡാൻസും പാട്ടുമായിട്ട് ഒരുമിച്ച് ചെയ്യാൻ പറ്റുമോ? കം ഓൺ. കരിമിഴിയുള്ള കളവാണി കാക്കൂ നല്ല കണ്ടപ്പോൾ കണ്ണെന്ന് ഒടുക്കി, ചിരിക്കല്ല് പെണ്ണ കല്യാണി നിന്റെ പാറത്ത പുള്ളിയിൽ എന്നെ നീ കൂടി, നിന്റെ കണ്ണിലെ നിറങ്ങ കയ്യിലെ വള കണ്ട് കാലിലെ കൊലുസിട്ടിക്ക് എന്നെ നീ ഉടക്കി, അരയിലെ അരഞ്ഞാണോ മരക്കെട്ടി കിടക്കുമ്പോൾ എനിക്കെൻ്റെ മോഹങ്ങൾ അടുപ്പത്തിലൊഴും, നോക്കല് നീ ഒരുത്തി നോട്ടത്തിൽ നനച്ചൊരു ചങ്കത് പഠിക്കണം, നോക്കല് നീ ഒരുത്തി. മിടുക്കി, കൊടുക്കായി, സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഭയങ്കര അടിപൊളിയായിരുന്നു, ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. ഇനി എന്നുള്ള ഒരു വലിയ സ്റ്റേജിൽ കുറേ ലൈറ്റൊക്കെ വന്ന് ഇതേപോലെ പെർഫോം ചെയ്യുന്ന കാണാനായിട്ട് ചേച്ചി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഡ്രീം ചെയ്യുന്നുണ്ടോ? ഡ്രീം ചെയ്യുന്നുണ്ടല്ലേ? ആ കുഞ്ഞാഗ്രഹം ഇത്രയും പെട്ടെന്ന് സാധ്യമാവട്ടെ കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. നിലവിൽ വീട്ടിലെന്താ വിളിക്കുന്നത്? കുഞ്ഞുമണി എന്നാണ് വിളിക്കുന്നത്. ആണോ, എല്ലാവരും ഇപ്പോൾ കുഞ്ഞുമണി എന്നാണോ വിളിക്കാറ്? ഷോർട്ടാണെങ്കിൽ കുഞ്ഞുമണി വിളിക്കും. നേരത്തെ പറയണ്ടേ ചേച്ചി എന്ന് വിളിക്കുന്നതിന് പകരം കുഞ്ഞുമണി എന്ന് വിളിക്കില്ലായിരുന്നോ? അത് വേണ്ട. ആണോ, അന്ന് വീട്ടിൽ മാത്രം വിളിക്കാൻ സമ്മതിക്കും? വീട്ടിൽ എന്താണ് കുഞ്ഞുമണിന്ന് പുറത്തുനിന്ന് വിളിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ഷൈ പോലെയാണോ? നാണം വരുമോ? ആ നാണമാണോ ഞാൻ മുഖത്ത് കണ്ടേ? നുണക്കുഴിയൊക്കെ ഉണ്ടല്ലോ, നുണ പറയോ? ഇല്ല, നല്ല കുട്ടിയാണ്. ആണോ, ഒട്ടും നുണ പറയില്ല? ഒട്ടും നുണ പറയില്ല, കുറച്ചൊക്കെ നുണ പറയും. എപ്പോഴാ നുണ പറയുന്നേ? സ്കൂളിൽ നിന്ന് ഫുള്ള് വെള്ളം കുടിച്ച് തീർത്തിട്ട് അമ്മേനോട് പറയും വെള്ളം കുടിച്ചില്ലെന്ന്. അപ്പോൾ അമ്മ വഴക്ക് പറയും. എന്നിട്ട് ഞാൻ വെള്ളം കുടിച്ചെന്നെ വെറുതെ വഴക്ക് പറഞ്ഞു. കള്ളിപ്പെണ്ണാണല്ലോ. ശരി ചേച്ചി, പാടിയ പാട്ടുകളിൽ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാന്ന് ചോദിച്ചിരുന്നു. ഒരു പാട്ടും കൂടി ചേച്ചി പാടിത്തരണം. അതായത് എല്ലാ പാട്ടുകളിൽ നിന്നും ഒരു ഇഷ്ടപ്പെട്ട പാട്ടുകൾ, നല്ല കേട്ടിട്ടുള്ള പാട്ടിൽ നിന്നൊക്കെ നല്ല പഠിച്ചിട്ടുള്ള ഒരു ഇഷ്ടപ്പെട്ട പാട്ട്.
തില്ലാന തിമില തകിലൊടു പാടി തൊടിയിലേതോ പൊന്നാഞ്ഞിലിമേൽ പാടി തൊടിയിലേതോ പൊന്നാഞ്ഞിലിമേൽ പുലരി വെയിലൊളി പൂക്കാവടി ആടി തിരു തില്ലാന തിമില തകിലൊടു പാടി പാടി. താങ്ക് യു. നിള ഇപ്പൊ നന്നായി പാടുന്നുണ്ട്. പിന്നെ നിള വരയ്ക്കുന്ന കാര്യം പറഞ്ഞു, ഡാൻസ് പഠിക്കുന്ന കാര്യം പറഞ്ഞു. നിളയ്ക്ക് ഇതേപോലെ ഒരു പാട്ടൊക്കെ കമ്പോസ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? അത് എനിക്ക് എല്ലാത്തിനും കഴിവൊക്കെ ഉണ്ട്, പക്ഷേ കമ്പോസ് ചെയ്യുന്നത് കുറച്ചുകൂടിയും പഠിക്കണോ? കുറച്ചുകൂടിയും വലുതായിട്ടല്ലേ? അപ്പോൾ ഒരു എവിടെയൊക്കെയോ ഉണ്ട്, കുറച്ചുകൂടിയും വലുതായിട്ട് നമ്മൾ സെറ്റാവും അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിള പാട്ടൊക്കെ എഴുതാൻ ശ്രമിക്കാറുണ്ടോ? ആണോ? എഴുതിയ ഏതെങ്കിലും ഒരു വരി ഓർമ്മയുണ്ടോ? അത് ഞാൻ ഈ പാടിയ പാട്ടുകളൊക്കെ ഇല്ലേ, അത് ഞാൻ ചിലതൊക്കെ മലയാളത്തിൽ പതുക്കെ എഴുതാൻ നോക്കും, പക്ഷെ പെട്ടെന്ന് തെറ്റിപ്പോവും. അത് കുഴപ്പമില്ല, നമ്മൾ തെറ്റുകളിൽ നിന്നാണല്ലോ പഠിക്കുന്നത്. അങ്ങനെ അല്ലാണ്ട് നിളയായിട്ട് നിളയൊരു വരിയൊക്കെ കുറച്ച് വാക്കുകളൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു വരി എഴുതാൻ നോക്കിയിട്ടുണ്ടോ? പുതിയൊരു വരി. അങ്ങനെ അത്രയും ഞാൻ വലുതായിട്ടില്ല. ഞാൻ വേണമെങ്കിൽ മിഠായിനോട് ചോദിച്ചിട്ട് വരി അവർക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുത്തിട്ട് അവർ ട്യൂൺ ചെയ്ത് എനിക്ക് തരും. അങ്ങനെ പറ്റില്ലല്ലോ, നിലയുടെ ഉള്ളിൽ നിന്ന് വരണമല്ലോ. നില എന്ന കുഞ്ഞു കലാകാരിയുടെ ഉള്ളിൽ നിന്ന് വരണമല്ലോ. ശരി പോട്ടെ, നിലയ്ക്ക് ഞാനൊരു വരി തരാമെന്ന് വിചാരിക്കൂ. അത് പെട്ടെന്ന് ഭയങ്കര ടഫായിട്ടൊന്നുമല്ല, വലിയ ഡയറക്ടറായിട്ടൊന്നുമല്ല, ഒരു കുഞ്ഞ് നില ഡയറക്ടറായിട്ട് ചേച്ചിക്ക് അത് കമ്പോസ് ചെയ്ത് തരാൻ പറ്റുമോ? ട്രൈ ചെയ്തൂടെ? അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇനി ട്രൈ ചെയ്യുമോ? ട്രൈ ചെയ്ത് നോക്കണേ. ബിക്കോസ് നിലയ്ക്ക് ഭയങ്കര കഴിവുണ്ട്. ഓക്കെ, ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ഇനി അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ പ്രോജക്ട്സും ഇനിയും മലയാളികൾക്ക് മാത്രമല്ല എല്ലാവർക്കും കേൾക്കാൻ പാകത്തിന് എല്ലാ ഭാഷകളിലും ഇഷ്ടപ്പെട്ട ഗായകരുടെ കൂടെയൊക്കെ നിലയ്ക്ക് പാടാൻ പറ്റട്ടെ. ഓക്കെ മോളെ, ഗോഡ് ബ്ലെസ് യു. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. എല്ലാവർക്കും ഒരു ബൈ കൊടുത്തേ. ബൈ ബൈ ബൈ.